എന്താണ് കൽദായം? കൽദായം എന്ന വാക്ക് കേട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടവർ അറിയാനാണ് ഈ പറയുന്നത്. സീറോ മലബാർ സഭയിൽ പൗരസ്ത്യ പാരമ്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവർ കൽദായ മതം എന്ന പ്രത്യേക മതവിഭാഗത്തിന്റെ പ്രചാരകരാണ് എന്ന രീതിയിൽ വിമത വിഭാഗം വൻ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പരിശോധിക്കാം. കൽദായം എന്ന വാക്കിന് വിവിധ അർത്ഥങ്ങളുണ്ട്. ഒന്നാമതായി, കൽദായ ഒരു ദേശമാണ്. അതിപുരാതനമായ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ പിള്ളത്തൊട്ടിലായിരുന്നു കൽദായ ദേശം. ലോകത്ത് ആദ്യമായി സംസ്കാരം വളർന്നു വന്ന ദേശങ്ങളിൽ ഒന്ന്. കൽദായ ദേശവുമായി അഭേദ്യമായ ബന്ധമാണ് ബൈബിളിനുള്ളത്. ബൈബിളിൽ രക്ഷാകര ചരിത്രം തുടങ്ങുന്നത് അബ്രാഹത്തിന്റെ വിളിയോടെയാണല്ലോ. അബ്രാഹാം കൽദായ ദേശക്കാരനായിരുന്നു. ഇസഹാക്കിന് തന്റെ ചാർച്ചക്കാരിൽ നിന്നും ഭാര്യയെ തെരഞ്ഞെടുക്കാൻ അബ്രാഹാം വൃത്തിനെ അയക്കുന്നത് കൽദായ ദേശത്തേക്കാണ്. വിശ്വാസികളുടെ എല്ലാം പിതാവും ദൈവവുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുന്നവനുമായ അബ്രാഹാം കൽദായ ദേശക്കാരനായിരുന്നു. അബ്രാഹത്തിന്റെ കുലത്തിൽ ജനിച്ച ഈശോയും അങ്ങനെ ഒരു കൽദായ പുത്രനാണ്. രണ്ടാമതായി, കൽദായം ഒരു ഭാഷയാണ്. ഈശോയും ശിഷ്യന്മാരും സംസാരിച്ചിരുന്ന അറമായ ഭാഷയുടെ ഒരു ഡയലക്റ്റ് ആണ് കൽദായ ഭാഷ. അരമായും സുറിയാനിയും കൽദായയും ഒക്കെ ഒരേ ഭാഷയുടെ വിവിധ ഡയലക്റ്റുകളാണ്. പൗരസ്ത്യ സുറിയാനി, കൽദായ സുറിയാനി, കൽദായ ഭാഷ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സുറിയാനി ഭാഷയാണ് നസ്രാണികളുടെ ആരാധനാ ഭാഷ. അരമായ സംസാരിച്ചിരുന്ന തോമാസ് ലിഹായിൽ നിന്നാണ് നമുക്ക് ഈ ഭാഷ ലഭിക്കുന്നത്. സീറോ മലബാർ എന്നതിലെ സീറോ എന്നത് കൽദായ അഥവാ സുറിയാനി ഭാഷയാണ് സൂചിപ്പിക്കുന്നത്. റോമൻ സഭ ലത്തീൻ ഭാഷ എന്നതുപോലെ നമുക്ക് സഭ കൽദായ ഭാഷയാണ് അരനൂറ്റാണ്ട് മുമ്പ് വരെ ആരാധനയ്ക്ക് ഉപയോഗിച്ചിരുന്നത്. ലത്തീൻ ഭാഷയ്ക്ക് രക്ഷാകര ചരിത്രവുമായി യാതൊരു ബന്ധവും ഇല്ലായിരുന്നുവെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. അബ്രാഹത്തിന്റെയും പൂർവ്വപിതാക്കന്മാരുടെയും നാട്ടിൽ മിശിഹായുടെ സുവിശേഷം സ്വീകരിച്ച് വളർന്നു വന്ന സഭാ പാരമ്പര്യമാണ് കൽദായ സഭ. യഹൂദ പാരമ്പര്യവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഈ സഭ റോമാ സാമ്രാജ്യത്തിന് പുറത്തുനിന്ന് വളർന്നു വന്ന ഏക സഭാ പാരമ്പര്യമാണ്. മറ്റ് സഭകളുടെയെല്ലാം യവന റോമ വിജാതീയ ആചാരങ്ങളും യവന ചിന്താധാരയും സ്വന്തമാക്കിയപ്പോൾ ബൈബിളിന്റെ സംസ്കാരത്തോടും ബൈബിൾ ചിന്താധാരയോടും ഏറ്റവും ചേർന്നു നിന്ന സഭാ പാരമ്പര്യമാണ് കൽദായ പാരമ്പര്യം. ലത്തീൻ ആരാധന ഭാഷയായ റോമൻ സഭയെ ലത്തീൻ സഭയെന്നും ഗ്രീക്ക് ആരാധന ഭാഷയായിട്ടുള്ള സഭകളെ ഗ്രീക്ക് സഭകളെന്നും വിളിക്കുന്നത് പോലെ നസ്രാണി സഭ സുറിയാനി സഭയെന്നോ കൽദായ സഭയെന്നോ വിളിക്കപ്പെടണം. സ്വന്തമായി യാതൊരു സ്വത്വബോധവും ഇല്ലാത്തവരാണ് സീറോ മലബാർ സഭയിലെ കൽദായ വിരുദ്ധ ചേരി. കത്തോലിക്ക സഭയിലെ വ്യക്തിസഭകളെ പാശ്ചാത്യ സഭയെന്നും പൗരസ്ത്യ സഭകളെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. റോമൻ സഭ മാത്രമാണ് പാശ്ചാത്യ സഭയായി കത്തോലിക്ക കൂട്ടായ്മയിലുള്ളത്. പൗരസ്ത്യ വ്യക്തിസഭകൾ 23 ഉണ്ട്. കത്തോലിക്ക സഭ പൗരസ്ത്യ സഭകളായി അംഗീകരിക്കുന്നത് അലക്സാണ്ട്രിയൻ, അന്തോക്യൻ, അർമേനിയൻ, കൽദായ, കോൺസ്റ്റാന്റിനോപ്പോളിറ്റൻ എന്നീ പാരമ്പര്യങ്ങളിൽ പെടുന്ന സഭകളെയാണ്. ഇത് പൗരസ്ത്യ സഭകളുടെ നിയമസംഹിതയിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ സീറോ മലബാർ സഭയിലെ കൽദായ വിരുദ്ധർ ഏത് സഭാ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ്? റോമൻ പാശ്ചാത്യ പാരമ്പര്യത്തിൽപ്പെട്ടവരാണെങ്കിൽ എന്തിനാണ് ലത്തീൻ സഭയുടെ ഭാഗമാകാതെ നിൽക്കുന്നത്? കത്തോലിക്ക സഭയുടെ സഭാ ദർശനത്തിൽ സഭകളുടെ പാരമ്പര്യത്തെ തലമുറകളായി സ്ലീഹന്മാരിൽ നിന്നും കൈമാറി വരുന്നതാണ്. ഇന്നലെ പെയ്ത മഴയ്ക്ക് പൊട്ടിമുളയ്ക്കുന്ന രീതികളെയും സമ്പ്രദായങ്ങളെയും കത്തോലിക്ക സഭ വ്യക്തിസഭകളായി പരിഗണിക്കില്ല. അപ്പോൾ കൽദായ വിരുദ്ധ ലോബി ഏത് പാരമ്പര്യത്തിൽപ്പെട്ടതാണ്? അവർക്ക് ഒരു അടിസ്ഥാനവും ഇല്ല എന്നതാണ് സത്യം. ഒന്നുമില്ലാത്തത് കൊണ്ടാണ് ഓണക്കുർബാനയും വിഷു കുർബാനയും യോഗ കുർബാനയും ഒക്കെ കാവ്യവൽക്കരണവും ഒക്കെ അവർ പരീക്ഷിക്കുന്നത്. സീറോ മലബാർ സഭയിലെ കൽദായ വിരുദ്ധർ ഒരു ജാതീയ സംഘം മാത്രമാണ്. ലത്തീൻ സഭാ പാരമ്പര്യത്തിൽ നിന്നും വ്യത്യസ്തമായി യാതൊന്നും സ്വീകരിക്കാൻ അവർ തയ്യാറല്ല. പൗരസ്ത്യ ദൈവശാസ്ത്രവും കൽദായ ഭാഷയും പാരമ്പര്യവും ഒക്കെ അവർക്ക് അറപ്പാണ്. സീറോ മലബാർ സഭയുടെ ഒരു നിയമവും അവർ അനുസരിക്കില്ല. എന്നിട്ടും അവർ ലത്തീൻ സഭയിൽ ചേരില്ല. കാരണം ജാതി എന്ന മിത്ത് അവരുടെ വികാരമാണ്. കൽദായ പാരമ്പര്യത്തോട് പ്രതിബദ്ധതയില്ലാതെ സീറോ മലബാർ സഭക്കാർ ജാതിയുടെ പേരിൽ മാത്രം സീറോ മലബാർ സഭയിൽ നിൽക്കുന്നവരാണ്. ഇത് ക്രൈസ്തവ വിരുദ്ധവും സുവിശേഷ വിരുദ്ധവുമാണ്. പൗരസ്ത്യ സുറിയാനി പാരമ്പര്യങ്ങളെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ നിങ്ങൾ ഞങ്ങളെ കൽദായവാദികളെന്നോ കൽദായ മതക്കാരെന്നോ ഒക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ തോന്നുന്നത് അപമാനമല്ല, മറിച്ച് നിങ്ങളോട് സഹതാപം മാത്രമാണ്. കൽദായം എന്നാൽ ബൈബിളിനോടും രക്ഷാകര ചരിത്രത്തോടുമുള്ള ബന്ധമാണ്. കൽദായം എന്നാൽ വിജാതീയവൽക്കരിക്കപ്പെടാത്ത, ഇടമുറിയാത്ത ഒരു വിശുദ്ധ ഗ്രന്ഥ സംസ്കൃതിയാണ്. കൽദായം എന്നാൽ ജീവൻ പോലും കൊടുത്ത് നമ്മുടെ പൂർവികർ കാത്തു സംരക്ഷിച്ച വിശ്വാസ പൈതൃകമാണ്.